Hey Jans! എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹെയർ കട്ടാണ്. മറ്റാരുടെ അല്ല, എന്റെ സ്വന്തം മുടി. ഞാൻ ഇന്ന് മുടി വെട്ടാൻ പോവാണ് ജാൻസ്. ഞാൻ ഇപ്പൊ ഒരു +2 ഞാൻ ലാസ്റ്റ് ആയിട്ട് ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇവിടെ വെച്ച് ഷോർട്ട് ആക്കുക ചെയ്തത്. ഹായ്. അപ്പൊ ഞാൻ വീണ്ടും വർഷം കഴിഞ്ഞിട്ട് കിടന്നു കണക്ക്. അതെ, അപ്പൊ ഞാൻ വീണ്ടും ഇപ്പൊ ഒരു 3 വർഷം ആവുന്നു. 3 വർഷം കഴിഞ്ഞു. 3 വർഷം കഴിഞ്ഞ് പിന്നെ മുടി വെട്ടാൻ പോകും. കൃഷ്ണ പണ്ട് മുടി വെട്ടിയ ഫോട്ടോ നമുക്ക് ഇവിടെ ഇവിടെ സൈഡിൽ നമുക്ക് പച്ച ടീഷർട്ട്. അതെ, അതൊരു പച്ച ടീഷർട്ട്. അപ്പം മുടി വെട്ടാൻ പോവാ. ആർ യു എക്സൈറ്റഡ് ടു കട്ട് യുവർ ഹെയർ ബേബി? എന്തോരം ഇറക്കോ കുറയ്ക്കുന്നത്? എന്തോരം ഇറക്കോ? ഏകദേശം വെച്ചിട്ട്. അപ്പൊ നമുക്ക് അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുണ്ട്. 4 മണിക്കാണ് ഇട്ടേക്കുന്നത്. ഇപ്പൊ തന്നെ 3:30 കഴിഞ്ഞു. 3:30 ആവുന്നു, 5 മിനിറ്റ് കൂടെ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാം. ഇറങ്ങാം. കൃഷ്ണ മുടി വെട്ടുന്നതിന് ഇവിടെ അമ്മയ്ക്കൊന്നും ഒട്ടും താല്പര്യമില്ല. അമ്മ സപ്പോർട്ടാണ്, ഞാനും കട്ട സപ്പോർട്ടാണ്. അവൾക്ക് നിനക്ക് സങ്കടമുണ്ടോ? ഇല്ല, ഒരു തരത്തിലുള്ള സങ്കടമില്ല എനിക്ക്. അപ്പം സോ പോ. ഏകദേശം 3 വർഷത്തിന് ശേഷമാണ് ഞാനിപ്പോൾ മുടി വെട്ടാൻ പോകുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല രീതിക്ക് അതിൻ്റെ എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് എപ്പോഴും പറയുമായിരുന്നു എനിക്ക് മുടി വെട്ടണം എന്ന്. ഇപ്പോഴാണ് എനിക്ക് അതിൻ്റെ അവസരം കിട്ടിയത്. ഇവളൊരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. കൃഷ്ണയ്ക്ക് ഒരു കാര്യം പറയണോന്ന്. ഞാൻ മുടി വെട്ടാൻ പോവാ. കൃഷ്ണ ഈസ് ഗോയിങ് ടു കട്ട് ഹെയർ. ഇവിടെ വെച്ച് നിനക്ക് വെട്ടാതിരുന്നൂടെ? അഞ്ഞിലിടനെക്കാളും കുറച്ചും കൂടെ കുറയും. സത്യം പറഞ്ഞ അവൾ എന്തോ വെട്ട, ഇവള് ഇങ്ങനെ കള്ളം പറയുന്നതാണ്. അവിടെ ചെന്നിട്ട് ഇത്രയാണ് ആക്കാൻ വേണ്ടി പോണത്. അത്രയല്ല, ഇത്ര. സോ ബൈ. അച്ഛൻ അറിഞ്ഞിട്ട് പോലും ഇല്ലെന്ന് തോന്നുന്നു. അച്ഛനോട് ഞാൻ വെട്ടുമെന്ന് പറഞ്ഞു. എവിടെയും വരെയൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ ഒരു സർപ്രൈസ് അല്ലേ? ശ്രമിക്കാം. ഉണ്ട്. ഞാൻ അമ്മൂമ്മയ്ക്ക് വേണ്ടത് ഒരു മത്തങ്ങ പൊട്ടാണ്. ഇതിപ്പോ എന്റെ റെഫറൻസ് ഇല്ല, കാണിച്ചു തരാം. നിന്റെ നെറ്റിലാണെങ്കിൽ മുഖത്തിന്റെ ഭംഗി ഇച്ചിരി പൊട്ട, ഐശ്വര്യം പൊട്ട, ഇച്ചിരി പൊട്ട് വയ്ക്കും. കൃഷ്ണ ഒരു പൊട്ടും കൂടെ എടുത്തതിനെ മേൽപ്പൊട്ട് വേടി. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ഇനി സർപ്രൈസ് ആയിട്ട് അവളുടെ മുടി വെട്ടി കാണിക്കാൻ വരാം. മുടി വെട്ടി കളയാണോ മോനെ? മുടി വെട്ടിട്ട് കൊണ്ടുവരാം. അയ്യോ മോനെ, അത്രയും മുടിയുണ്ട്, കൊണ്ടുവരണേ. കണ്ടോ? അയ്യോ മമ്മി കണ്ട എന്റെ മോനെ. നമുക്ക് വല്ലതും വെച്ച് കെട്ടണമെങ്കിൽ മോനെ മുടി കൊണ്ടുവരുമോ? കൊണ്ടുവരാം. ലെറ്റ്സ് ട്രൈ. അലവരാതിയായിട്ടല്ല കെട്ടി ഒരു ബുഷ് എടുക്കണം. നമ്മൾ മുടി കെട്ടി കൊണ്ടുവരുന്നുണ്ട്. കൊണ്ടുവരാം. കൃഷ്ണയുടെ മുടി മറച്ചു വെക്കാൻ പ്ലാൻ ഉണ്ടോ? ഇല്ല, ഞാൻ അതൊക്കെ ഉണ്ട്. വിഷമിക്കണ്ട, അവക്ക് 2 മാസം കൊണ്ട് വളർന്നോളും. ഡോണ്ട് വെറി. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല മോനെ. വൈ? മുടി വളർന്ന് ഇഷ്ടം പോലെ വേണം. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലെ പെറ്റാണ് കേട്ടോ. ഇവന്റെ പേരാണ് ഡോൾബി. നമ്മൾ എവിടെ പോയാലും ഇവൻ റോഡ് വരെ കൊണ്ടാക്കും. നമ്മുടെ സേഫ്റ്റിയാണ് ഇവന്റെ മെയിൻ. അങ്ങനെ ഞങ്ങൾ നടന്ന് ബസ് സ്റ്റോപ്പിലെത്തി. നമ്മൾ അധിക നേരം അവിടെ നിൽക്കേണ്ടി വന്നില്ല. അപ്പം തന്നെ നമുക്ക് ബസ് കിട്ടി. പെട്ടെന്ന് ബസ് കിട്ടിയോണ്ട് തന്നെ നമുക്ക് കറക്റ്റ് സമയത്ത് ഒരു 5 മിനിറ്റുള്ളിൽ തന്നെ നമുക്ക് അവിടെ എത്താൻ പറ്റി. കറക്റ്റ് അപ്പോയിൻമെന്റ് ടൈം തന്നെ നമുക്ക് കിട്ടി. ഇതാണ് സലൂൺ ഡിയർ. ആലപ്പുഴയിലെ തന്നെ വൺ ഓഫ് ദി ഫേമസ് സലൂൺ എന്ന് വേണം നമുക്ക് പറയാം. ഓൾറെഡി ഞാൻ ഇതിനു മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം ലാസ്റ്റ് ടൈം അഞ്ഞിലേക്കും നമ്മൾ ഇവിടെ തന്നെയാണ് ഹെയർ കട്ട് ചെയ്തത്. ഇവിടുത്തെ ആംബിയൻസ് ആണ് മക്കളെ മെയിൻ. എനിക്കിപ്പോൾ അഞ്ഞിലേക്കാണ് ബാക്കിൽ നിന്ന് വീഡിയോ എടുത്തു തരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എൻ്റെ മുടി കാണാൻ നല്ല രസമുണ്ട്. അപ്പം ഇങ്ങനെ നൈസായിട്ട് വന്ന് പറഞ്ഞു, വെട്ടണോ, നമുക്കൊന്നും കൂടെ ഒന്ന് റീതിങ്ക് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ എനിക്ക് നല്ലപോലെ അറിയാമല്ലോ എൻ്റെ മുടിയെക്കുറിച്ച്. ഇപ്പം ഇങ്ങനെ കിടക്കും, ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ബർത്തടിച്ച പോലെ കിടക്കും. ഇപ്പം ഞാനിവിടെ ചെറുതായിട്ടൊന്ന് പ്ലിങ്ങിയായിരുന്നു. നിങ്ങൾ കണ്ടോ? ഡോർ പറഞ്ഞ സൈഡ് ഒന്നും മാറിപ്പോയി. ഓൾറെഡി ഞാൻ വീട്ടിൽ നിന്ന് വേറൊരു പച്ച ഷർട്ടും കൂടെ എൻ്റെ കയ്യിൽ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ഇവിടെ വന്നിട്ട് 1-2 റീൽസ് ഒക്കെ എടുക്കാന്ന് വെച്ചിട്ട്. അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ടു. ഇപ്പം അഞ്ഞിലേക്ക് എന്നെ ഒന്ന് ഒരുക്കി തന്നുകൊണ്ടിരിക്കും. ഒരു ഫൈനൽ ടച്ചപ്പ് എന്ന രീതിയിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട്. പച്ച ഷർട്ട് എടുത്തിട്ട്, പക്ഷെ ഇവിടെ എല്ലാവരുടെ യൂണിഫോം പച്ച. ഇവിടെ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ എൻ്റെ റീൽസ് ഷൂട്ടെല്ലാം കഴിഞ്ഞു. അപ്പോൾ അത് ഈ മിററിൽ അവസാനമായിട്ടൊരു മിറർ വീഡിയോ ലോങ് ഹെയറിൽ അതും എടുത്തിട്ട് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാനായിട്ട് അകത്തേക്ക് പോയി. ഓൾറെഡി ഞാൻ നിങ്ങളെ ഈ സലൂണിൻ്റെ ഔട്ട്ഡോർ ഒക്കെ കാണിച്ചില്ലേ. ഇനി ഞാൻ കുറച്ച് ഇൻഡോർ കാണിച്ചു തരാം. ഇതിൻ്റെ ഒരു ഇൻഡോർ എന്ന് പറഞ്ഞാൽ നല്ലൊരു എസ്തെറ്റിക് വൈബാണ്. നമ്മുടെ ഈ മൺചിത്രത്താഴിലെ വീടൊക്കെ അതേപോലത്തെ ഒരു ഓടിട്ട വീട് റിനോവേറ്റ് ചെയ്തെടുത്ത സെറ്റപ്പ്. ഇതൊരു യൂണിസെക്സ് സലൂൺ ആണ് കേട്ടോ. അപ്പം ഞാൻ നേരെ അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരുപാട് പേര് ഹെയർ കട്ടും ബ്ലീച്ചും ഫേഷ്യലും അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പം നമുക്ക് വേറൊരു റൂം കിട്ടി. നമ്മൾ അവിടെ പോയി എൻ്റെ ചെയറിൽ ഞാൻ പോയി ഇരുന്നു. ഓൾറെഡി എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു എങ്ങനെയാണ് എൻ്റെ മുടി കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പം ഞാൻ ആ റെഫറൻസ് ഒക്കെ ചേട്ടന് കാണിച്ചു കൊടുത്തു. ആക്ച്വലി ഷീ ഹാസ് സം റെഫറൻസ് ഇൻ ഹെർ ഫോൺ. ഷീ വിൽ ഷോ ദാറ്റ്. നിനക്ക് ഷോർട്ടല്ലേ വേണ്ടത്? ഷോർട്ട് വേണമെങ്കിൽ കുറച്ചുകൂടെ കേട്ട്. എനിക്കുണ്ടല്ലോ ലെയർ ആയിട്ട് വരില്ലേ, ലാസ്റ്റ് ലെയർ
കൃഷ്ണയുടെ മുടി പോകുന്നേ നാട്ടുകാരെ. ഓ മൈ ഗോഡ് കൃഷ്ണ, ഐ കാൺട്ട് ബിലീവ് ദിസ്. മതി വീട്ടിൽ പോ ബ്രോ, ക്യാൻ യു പ്ലീസ് ഷോ? ഹെയർ കട്ട് ചെയ്ത് തന്നെ കാണിച്ചപ്പോഴത്തേക്കും എനിക്ക് പ്രത്യേകിച്ച് വലിയ റിയാക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞാൻ ലാസ്റ്റ് ടൈം ഇങ്ങനെ തന്നെയല്ലേ ഹെയർ കട്ട് ചെയ്തത്. അപ്പം ഞാനിത് എക്സ്പെക്റ്റഡ് ആയിരുന്നു. അതിനുശേഷം ഞാനത് പറഞ്ഞ ആ ചേട്ടൻ്റെ തിരിച്ച് കൊടുക്കുക. ആ ചേട്ടൻ അത് ബുഷൊക്കെ ഇട്ട് സേഫായിട്ട് തരും എന്ന് പറഞ്ഞു. പിന്നെ പുള്ളി നല്ല പോലെ ഒരു ബുഷൊക്കെ ഇട്ട് സേഫായിട്ട് നമ്മുടെ തന്നെ തിരിച്ചു വന്നു. മുടിയൊക്കെ എടുത്ത് ഞങ്ങൾ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് ഞാൻ നേരെ ഹെയർ വാഷിന് പോയി. നല്ലൊരു കൂളിംഗ് ഫീലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നല്ലപോലെ മസാജൊക്കെ ചെയ്ത് നല്ലപോലെ വാഷ് ചെയ്തു. ഈ ചേട്ടൻ്റെ വാഷിങ്ങിൽ ഞാൻ വിചാരിച്ചു എൻ്റെ തലയിൽ ഇത്തിരി ഡാൻഡ്രഫൊക്കെ ഉണ്ട്, അതൊക്കെ ഈ ചേട്ടൻ അങ്ങ് ഇളക്കി കളഞ്ഞു. അത്രയ്ക്ക് നല്ല പോലെ മസാജൊക്കെ ചെയ്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കോഴിക്കുഞ്ഞിനെ കണക്കുണ്ട്. തല വലുതായിട്ട് തോർത്തിയൊന്നുമില്ല. നമ്മൾ നേരെ വന്നതാ ഹെയർ കട്ടിനെ വീണ്ടും ചെയറിൽ വന്നിരുന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചേച്ചി ആ ചേട്ടൻ ഇങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കുന്നു, മുടിയൊക്കെ പൊക്കി പിടിച്ച്. അപ്പോൾ എനിക്ക് മറ കൂടെ കാണാം മുടിയുടെ നീളം. പിന്നെ പയ്യെ ഹെയർ കട്ട് സ്റ്റാർട്ട് ചെയ്തു. പുറത്തോട്ടിറങ്ങിയിട്ട് കരയുന്നതാണോ? ഒരുപാട് രീതിയിൽ ഓരോ ലെയറും സെപ്പറേറ്റ് ചെയ്താണ് ആ ചേട്ടൻ എൻ്റെ ഹെയർ ഒന്ന് കട്ട് ചെയ്ത് തന്നത്. നിറയെ ടൈം എടുത്തിട്ടാണ് എൻ്റെ ഹെയർ ഈ ഒരു ഫൈനൽ ഔട്ട്ലുക്കിലേക്ക് എത്തിയത്. ഇപ്പോൾ ചേച്ചീനോട് പറഞ്ഞുകൊണ്ടിരിക്കും ഒന്ന് ചിരിക്കുക, വീഡിയോ എടുക്കുക, വീഡിയോയ്ക്ക് വേണ്ടിയെങ്കിലും ഒന്ന് ചിരിക്കുക എന്നൊക്കെ. പക്ഷെ ഇതാണ് എൻ്റെ ഫേസിലെ സ്ഥായി ഭാവം. മിക്കപ്പോഴും ഞാൻ ഈ ഒരു എക്സ്പ്രഷനിൽ തന്നെയാണ് ഇരിക്കാറ്. അപ്പോൾ ഏകദേശം എൻ്റെ മുടിയിലെ പണിയൊക്കെ ഓൾമോസ്റ്റ് തീർന്നു. അപ്പോൾ ആ ചേട്ടൻ എന്തോ എൻ്റെ തലയിൽ തേക്കാൻ എടുക്കാൻ പോയ ഗ്യാപ്പിൽ ഞാനും ചേച്ചിയും കൂടെ ഏത് സൈഡിൽ കൂടെ വകുപ്പിട്ടാൽ നല്ലത്, നടുക്കൂടെയാണോ അല്ലയോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഹെയർ വെട്ടി പകുതി ആയപ്പോഴത്തേക്കും എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഞാൻ കൊടുത്ത റെഫറൻസ് പോലെ തന്നെ ഇത് വരുമോ എന്ന്. പക്ഷെ അവസാനം എത്തിയപ്പോഴത്തേക്കും ഏകദേശം അതേപോലെയൊക്കെ തന്നെ വന്നിട്ടുണ്ട്. എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. പിന്നെ അകത്തിരുന്ന് കുറച്ചുകൂടെ റീൽസിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 1-2 വീഡിയോ കൂടെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ മറ്റൊരു എടുത്ത് പറയേണ്ട കാര്യം ഇവിടുത്തെ കസ്റ്റമർ സർവീസ് ആട്ടോ. ഈ ചേട്ടൻ ഒരുപാട് നേരം എടുത്ത് ഒരു 2-3 hours എടുത്തിട്ടാണ് എൻ്റെ ഹെയർ കട്ട് ചെയ്ത് തന്നത്. ഓരോ മുടിയും എടുത്ത് കട്ട് ചെയ്യുകയാണോ എന്ന് വരെ ഞാൻ ഓർത്തുപോയി. പക്ഷേ അതിൻ്റെ റിസൾട്ട് എനിക്ക് എൻ്റെ ഹെയറിൽ കാണാനും പറ്റുന്നുണ്ടായിരുന്നു. നല്ല പോലെയാണ് ഈ ചേട്ടൻ ലാസ്റ്റ് ഫൈനൽ വെട്ടി വെച്ചിരിക്കുന്നത്. വെട്ടി എൻ്റെ ഹെയർ അവർ നല്ലപോലെ സേഫ് ആയിട്ട് ഒരു കവറിലാക്കി നമുക്ക് തന്നു. പിന്നെ ഞങ്ങൾ ഒട്ടും താമസിക്കാതെ അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി. കാരണം വെട്ടം പോകുന്നതിന് മുന്നേ വീട്ടിൽ വന്ന് വീട്ടുകാരുടെ റിയാക്ഷൻ എടുക്കണമല്ലോ. എങ്ങനെയുണ്ട്? നന്നായിട്ട് ഇഷ്ടപ്പെട്ടോ? നമ്മള് ഈ മുടി പിടിച്ചോ? ഇതാണ് എൻ്റെ മുടി. അപ്പം ഇത് ഞാൻ വേണമെന്ന് പറഞ്ഞപ്പോൾ അവർ കിറ്റിലൊക്കെ ഇട്ട് എനിക്ക് തന്നു വിട്ടിട്ടുണ്ട്. ഇത് വീട്ടിൽ കൊണ്ടുപോകണം. നടക്ക്. ദൈവമേ, ബിഫോറും ആഫ്റ്ററും തമ്മിലുള്ള വ്യത്യാസം. വാവ്, സോ സൂപ്പർ. അങ്ങനെ നമ്മൾ പുറത്ത് വന്നപ്പോൾ ഒട്ടും താമസിക്കാതെ തന്നെ നമുക്ക് ബസ് കിട്ടി. ബസ്സിൽ സീറ്റും കിട്ടി. ഞങ്ങൾ വിചാരിച്ച് നല്ല തിരക്കായിരിക്കും ആ സമയത്തൊക്കെ. അങ്ങനെ നമ്മളിതേ പാതിരപ്പള്ളി വന്ന് ഇറങ്ങി ഒരു ഓട്ടോയും പിടിച്ച് നേരെ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് എത്രയും പെട്ടെന്ന് ആ റിയാക്ഷൻ എടുക്കുമ്പോൾ എൻ്റെ ഹെയറൊക്കെ അലമ്പായി പോകുന്ന എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി ആദ്യം അച്ഛനെയാണ് കണ്ടത്. അച്ഛൻ ഞെട്ടി ഇങ്ങനെ ഒന്നും പറയാൻ പറ്റാതെ നിൽക്കുമായിരുന്നു. അച്ഛന് വേറെ പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നും ഇല്ലായിരുന്നു. ഞെട്ടി ചിരിച്ച് അങ്ങനെ നിൽക്കുന്ന ഒരു എക്സ്പ്രഷനായിരുന്നു ഇത്. മോം, കൃഷ്ണയുടെ ഹെയറിന്റെ ചേഞ്ച് ആണല്ലേ? കൃഷ്ണ ബാക്കിയറിയോ? ഗോ 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 ഗോ. നല്ല രസമില്ലേ? ഞാൻ വെട്ടിയതിനേക്കാളും നല്ലതല്ലേ? ആളുടെ റിയാക്ഷൻ എടുക്കാൻ വേണ്ടി പോവും. അമ്മൂമ്മയുടെ റിയാക്ഷൻ എടുക്കണം. ആ കൃഷ്ണ വാ, കൃഷ്ണനെ കാണിച്ചു തരാമേ. നീ ഫ്രണ്ടിലോട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഇവിടെ എങ്ങനെയുണ്ട്? 2 വാക്ക് പറ. 2 പോവാൻ നേരത്ത് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അല്ല, ഞാൻ എനിക്ക് അറിഞ്ഞൂടല്ലോ ഇതെന്താ കാണിച്ചോണ്ട്. കൊള്ളാല്ലേ? ഇപ്പം കൊള്ളാം. സൂപ്പർ. ഹായ് സ്വാതി, ഒരു സർപ്രൈസ് ഉണ്ട്. കൃഷ്ണ ഇപ്പം വരും. കൃഷ്ണ വാടി. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എൻ്റെ മുടി ഒന്ന് പോണിറ്റെയിൽ കെട്ടണം. എൻ്റെ കയ്യിലൊരു ബുഷ് കിടക്കുന്നുണ്ടല്ലോ, അത് വെച്ചിട്ട്. അപ്പോഴേ എനിക്ക് കറക്റ്റായിട്ടും ഓരോരുത്തരുടെ മുന്നിൽ ചെന്നിട്ട് മുടി അഴിക്കുമ്പോൾ ആ റിയാക്ഷൻ കിട്ടത്തുള്ളൂ. ഞാൻ ഓൾറെഡി മുടി അഴിച്ചിട്ടുണ്ട് കോളേജിലോട്ട് എന്നാൽ എനിക്ക് ആ ഒരു റിയാക്ഷൻ കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നില്ല.
ഉമ്മ ഒന്ന് നോക്കിയേ, എടാ ഒന്ന് നോക്കിയേ. വെരി ബാഡ്. സങ്കടമായി. എങ്ങനെ വെക്കണെ കാണുമ്പോ ഞെട്ടണം. അതേതവിടെ വെട്ടമില്ലടാ, നീ ഇപ്പുറ സൈഡിലോ നിക്കാവോ. ഓടിപ്പോയി. ഭയങ്കര മോശമായി പോയി. ലെറ്റ്സ് ബ്രേക്കപ്പ്. അയ്യോ എന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നേ നോക്ക്. ഇങ്ങോട്ട് വാ 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 വാ. എടി എന്നെ നോക്കടി. ഞാൻ കണ്ടില്ല. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലും ഇത്ര ആർട്ടിഫിഷ്യലായിട്ട്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഹെയർ കട്ടിൻ്റെ ഫൈനൽ ലുക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ റിയാക്ഷനും എല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.